പൊട്ടൻഷ്യൽസ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അല്ല മാഗ്നറ്റിക് ഫീൽഡ് ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പൊട്ടൻഷ്യൽസും ഡിഫൈൻ ചെയ്യും. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇപ്പോൾ നമുക്കൊരു സെല്ലിൻ്റെ ബാറ്ററിയുടെയൊക്കെ നമ്മൾ പറയുന്ന വോൾട്ടേജ് ഇത്രയും വോൾട്ടേജ് ആണെന്ന് പറയും. അപ്പോൾ അതൊക്കെ പൊട്ടൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പൊട്ടൻഷ്യലിൻ്റെ ഒറിജിൻ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ പൊട്ടൻഷ്യലൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രോബ്ലം കുറേ കൂടെ സിംപ്ലിഫൈ ചെയ്യാനാണ്. അതെന്താണെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത സെക്ഷനിൽ നമ്മൾ കാണും. അപ്പോൾ അതിനു മുമ്പ് ഈ പൊട്ടൻഷ്യൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന് കേൾലെസ് ഫീൽഡ്. ഈ കേൾലെസ് ഫീൽഡിനെ കേൾ എന്താണെന്ന് നമുക്കറിയാം, റൊട്ടേഷൻ്റെ ഒരു മെഷറാണ്. അപ്പോൾ ഇറൊട്ടേഷണൽ ഫീൽഡ് എന്ന് വിളിക്കാം, അതല്ലെങ്കിൽ കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് പറയും. കേൾ വാനിഷ് ചെയ്യുന്ന കേസിൽ അത്തരം ഫീൽഡുകളെ നമ്മൾ റൊട്ടേഷണൽ conservative field എന്നൊക്കെ പറയും. Suppose we have a function f, if it is a curlless field, del cross f is equal to 0. del cross f is equal to 0. അപ്പോൾ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്ക് വേറെ പല രീതിയിൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രസ് ചെയ്യാം കേൾലെസ് ഫീൽഡിനെ. അത് ഓരോന്നുമാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ രീതിയിൽ നമുക്കിതിൽ പറയാവുന്നത് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു 0. ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു 0. അതെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? അത് സ്റ്റോക്സ് തിയറത്തിൽ നിന്ന് വരുന്നതാണ്. സ്റ്റോക്സ് തിയറം. സ്റ്റോക്സ് തിയറം എന്താണ്? സർഫസ് ഇൻ്റഗ്രൽ ഓഫ് കേൾ ഓഫ് എ വെക്റ്റർ ഫീൽഡ് ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ അലോങ് ദിസ് ബൗണ്ടറി. ഈ സർഫസിൻ്റെ ബൗണ്ടറി കൂടെ ലൈൻ ഇൻ്റഗ്രൽ ചെയ്യുന്നതിന് ഈക്വാലൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഡെൽ ക്രോസ് എഫ് 0 ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആണെങ്കിൽ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എൽ 0 ആണ്. അപ്പോൾ അതാണ് ഈ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് വേറൊരു ഫോമാണിത്. അപ്പോൾ ഇത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. ഇനി വേറൊരു രീതിയിൽ ഇതിൽ പറയാവുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി എൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്. ഇറ്റ് ഈസ് പാത്ത് ഇൻഡിപെൻഡൻറ്റ്. അതെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ എത്തിയപ്പോൾ എഫ് ഡോട്ട് ഡി എൽ വർക്കൗട്ട് ചെയ്തപ്പോൾ അത് 0 ആണെന്ന് പറയുന്നത്. അതായത് ഇവിടെ നിന്ന് എ ടു ബി ഞാൻ ഈ ഡയറക്ഷനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് എത്രയാണോ വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ എനിക്ക് +5 ആണ് വന്നെങ്കിൽ ഇവിടെ -5 വരണം. അങ്ങനെയാണ് ഒരു സർക്കിളിൽ അത് 0 ആവുള്ളൂ. അപ്പോൾ എ ടു ബി ഞാൻ ഈ പാത്തിൽ കൂടെ പോയാൽ +5, ഈ പാത്തിൽ കൂടെ പോയാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 ആണ്. ഈ ഡയറക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കാണിക്കുമ്പോൾ അതും +5 ആണ്. അതായത് എ ടു ബിയിലേക്ക് വരുന്നത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ കൺസർവേറ്റീവ് ഫീൽഡുകൾ പ്രത്യേകതയാണ് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ലൈൻ ഇൻ്റഗ്രൽ അങ്ങനെയാണ് വർക്ക് ഡൺ ഒക്കെ നമുക്ക് പാത്ത് ഇൻഡിപെൻഡൻ്റ് എന്നുള്ള കാര്യം കിട്ടുന്നത്. ദെൻ ഡി ഒരു തേർഡ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി, എവിടെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇഫ് ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു 0 ഫോർ എ കേൾലെസ് ഫീൽഡ് or rotational field, we can write f is equal to minus del v, where v is a scalar function. Scalar function or scalar potential. ഇതാണ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. കേൾ 0 ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി. ആക്ച്വലി ഇറ്റ് ഈസ് ഡെൽ വി എന്നാണ്. നെഗറ്റീവ് നമ്മൾ ഫിസിക്സിൽ നിന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് വരുന്നതാണ്. നെഗറ്റീവ് സൈൻ വരാൻ കാര്യം എന്താണ്? നമ്മൾ ഗ്രേഡിൻ്റെ മീനിങ് ഓർത്താൽ മനസ്സിലാവും. കാരണം സപ്പോസ് നമുക്കൊരു ഹില്ലുണ്ടെന്ന് വിചാരിക്കുക. ആ ഹില്ലിൽ ഗ്രേഡിൻ്റെ മീനിങ് എന്താണ്? ഗ്രേഡിയൻറ്റിൻ്റെ ഡയറക്ഷൻ അത് മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് നടക്കുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഹൈറ്റാണ് അതിൻ്റെ ഫംഗ്ഷൻ വി എന്നുള്ളത്. ഇതിൻ്റെ ഹൈറ്റ് ആണെങ്കിൽ ഇതിൻ്റെ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് നടക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴാണ്. അപ്പോൾ ഡെൽ വിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഹൈറ്റ് കൂടുന്നത്. അപ്പോൾ ഡെൽ വിയുടെ ഡയറക്ഷൻ ഈ ഡയറക്ഷനാണ്. ഇനി ഇവിടെ ഒരാൾ കയറുകയാണെങ്കിൽ അയാൾക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് എങ്ങോട്ടാണ്? അയാൾ ഇവിടുന്ന് പിടിവിട്ട് കഴിഞ്ഞാൽ താഴേക്കാണ് വരുന്നത്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. എപ്പോഴും ഡെൽ വിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എഫ് ഉണ്ടാവുക. ആ മോട്ടിവേഷനിൽ നിന്നാണ് ഇവിടെ എഫ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് സൈൻ കൂടെ വരുന്നത്. ഫോഴ്സ് ഈസ് നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി ഈ പൊട്ടൻഷ്യലിനൊരു പ്രത്യേകതയുണ്ട്. വി ഈസ് നോട്ട് യൂണീക്ക്. വി ഈസ് നോട്ട് യൂണീക്ക്. ദാറ്റ് മീൻസ് വി ക്യാൻ ആഡ് എ കോൺസ്റ്റൻറ്റ് വിത്ത് ദാറ്റ്. വി ഈസ് ഈക്വൽ ടു വി പ്ലസ് 5. ഞാനൊരു കോൺസ്റ്റൻറ്റ്, വേർ 5 ഈസ് എ കോൺസ്റ്റൻറ്റ്. വിയുടെ കൂടെ ഒരു കോൺസ്റ്റൻ്റ് ആഡ് ചെയ്താലും ഈ ഫോഴ്സിനൊന്നും പറ്റാൻ പോകുന്നില്ല. കാരണം എന്താണ്? എഫ് എന്താണ്? എഫ് ഈസ് മൈനസ് ഡെൽ വി. ഗ്രേഡിയൻറ്റ് ഓഫ് v1 എടുത്തിട്ടുണ്ടെങ്കിൽ വി ഗെറ്റ് ഗ്രേഡിയൻറ്റ് ഓഫ് v പ്ലസ് ഗ്രേഡിയൻറ്റ് ഓഫ് 5. 5 കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഗ്രേഡിയൻറ്റ് എന്താണ്? 0 ആണ്. സോ ഡെൽ v1 എന്ന് പറഞ്ഞാൽ ഡെൽ v തന്നെയാണ്. ഇതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻ്റ് ആഡ് ചെയ്താലും ഈ ഫീൽഡിനൊന്നും മാറാൻ പോകുന്നില്ല. അത് നമുക്കുള്ളൊരു ഫ്രീഡാണ്, ഗേജ് ഫ്രീഡം എന്ന് പറയും. ഇത് നമുക്ക് ഫിസിക്സിൽ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പൊട്ടൻഷ്യലൊക്കെ ഡിഫൈൻ ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് 1.5 ആണ്, അല്ലെങ്കിൽ 3 വോൾട്ടിൻ്റെയാണ് ബാറ്ററി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ ഒരു പോയിൻ്റ് ഒരു പൊട്ടൻഷ്യൽ നമ്മൾ 0 ആയിട്ട് വെച്ചിരിക്കുകയാണ്. ആ 0യിൽ നിന്ന് വെച്ച് റെഫറൻസ് ആയിട്ട് നോക്കുമ്പോൾ അപ്പുറത്ത് ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 3 വോൾട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇത് ഗ്രൗണ്ട് ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ആക്ച്വലി ഇത് 0 ആണെന്ന് നമുക്കറിയില്ല. ഇത് ചിലപ്പോൾ ഒരു 5 ആയിരിക്കും. 5 ആണെങ്കിൽ ഇത് 8 ആണ്. നമ്മളെപ്പോഴും നോക്കുന്നത് അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലോജിക്ക് ഇതാണ്.
പൊട്ടൻഷ്യലിന് നമുക്ക് പ്രത്യേകിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് മൈനസ് ഡെൽ വി ആണ്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റുകളുടെയൊക്കെ ഗ്രേഡിയൻ്റ് എടുക്കുമ്പോൾ 0 ആയിക്കോളും. അപ്പോൾ ഈ ഒരു ഫ്രീഡം നമുക്കുണ്ട്, അത് യുണീക്കല്ല, അതിൻ്റെ കൂടെ ഒരു ഇത് ആഡ് ചെയ്യാം. അപ്പോൾ പല പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ അത്രയാണ് സ്കാലർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിലാണ്. നമ്മുടെ കേസ് അങ്ങനെയാണ്. ഇലക്ട്രിക് ഫീൽഡിനെ നമ്മളെപ്പോഴും നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് എ പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പോൾ പല പ്രോബ്ലത്തിലും നമ്മൾ പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? വി ഒരു സ്കാലറാണ്, ഈ വെക്ടറാണ്. ഇപ്പോൾ സ്കാലർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈസിയാണ്. വെക്ടർ കണ്ടുപിടിക്കാൻ എന്ത് വേണം? അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് വേണം. ഇ എന്ന് പറഞ്ഞാൽ വെക്ടർ ഇ എന്ന് പറഞ്ഞാൽ എക്സ് ക്യാപ് ഇ എക്സ് പ്ലസ് വൈ ക്യാപ് ഇ വൈ പ്ലസ് സെഡ് ക്യാപ് ഇ സെഡ് ആണ്. അപ്പോൾ ഇതിന് 3 സ്കാലറുകളുണ്ട് ഇവിടെ. ഇലക്ട്രിക് ഫീൽഡിനെ ഡയറക്റ്റ്ലി നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 3 സ്കാലർ കണ്ടുപിടിക്കേണ്ടി വരും. അതേസമയം ആ പ്രോബ്ലത്തിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ച് അതിൻ്റെ ഗ്രേഡിയൻ്റ് എടുത്താൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഈസി ആയിട്ട് കണ്ടെത്താം. അപ്പോൾ നമ്മൾ പല പ്രോബ്ലവും നമ്മൾ പൊട്ടൻഷ്യൽ ഫോർമുലേഷനിലേക്ക് കൊണ്ടുവരും. പൊട്ടൻഷ്യലാണ് ആക്ച്വലി കണ്ടുപിടിക്കുന്നത്, അതിനുശേഷം ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ക്ലോസ് ലൈനിൽ എഫ് ഡോട്ട് ഡി എൽ 0 ആണ്, അല്ലെങ്കിൽ അത് ലൈൻ ഇൻ്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഫോഴ്സ് ക്യാൻ ബി റിട്ടൺ ആസ് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇത്തരം ഫീൽഡുകളെയാണ് കൺസർവേറ്റീവ് ഫീൽഡ് അല്ലെങ്കിൽ റൊട്ടേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി ഇതേ കാര്യങ്ങൾ തന്നെ നമുക്ക് ഡൈവർജൻസിൻ്റെ കേസിലും പറയാൻ പറ്റും. ഡൈവർജൻസ് ലെസ് ഫീൽഡ്, divergence-less field, and it is also called solenoidal field. Solenoidal field. Suppose we have a vector function f for del cross f is equal, for which del cross f is equal to 0. അങ്ങനെ del cross f equal to 0 ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഇത് ഇവിടെ എഴുതിയ പോലെ തന്നെ, ഇവിടെ സ്റ്റോക്സ് തിയറാണ് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ ഗോസസ് തിയർ ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ കഴിയും. ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു 0. അതെങ്ങനെ വരുന്നത്? ഗോസസ് തിയറത്തിൽ നിന്നാണ്, ഡൈവർജൻസ് തിയറത്തിൽ നിന്നാണ് പറഞ്ഞത്. ഡൈവർജൻസ് തിയറം എന്താണ്? വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് വി ഡി ടോ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എ. അപ്പോൾ ഡെൽ ഡോട്ട് എഫ്. ഇപ്പോൾ ഡെൽ ഡോട്ട് എഫ് 0 ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആണ്, അങ്ങനെയാണെങ്കിൽ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എ, ഇവിടെ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ ഇവിടെ ലൈൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ ഇവിടെ സർഫസ് ഇൻ്റഗ്രൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി സർഫസ് നമുക്ക് എഴുതാം. സി ദാറ്റ് ഈസ് സർഫസ് ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സർഫസ്. ഇവിടെ ലൈൻ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്ന പോലെ ഇവിടെ സർഫസ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയും. ഇനി ഫോർത്ത് പോയിൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വി ക്യാൻ റൈറ്റ് എഫ് ആസ് കേൾ ഓഫ് എ വെക്റ്റർ ഫീൽഡ്. ഇപ്പോൾ ഡൈവർജൻസ് 0 ആണെങ്കിൽ നമുക്ക് ആ ഫീൽഡിനെ കേൾ ഓഫ് എ വെക്റ്റർ ഫീൽഡായിട്ട് എഴുതാം. ഇവിടെ എന്താ എഴുതിയത്? ഗ്രേഡിയൻ്റ് ഓഫ്, നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കാലർ ഫംഗ്ഷനാണ് എഴുതിയത്. ഇവിടെ ഒരു വെക്റ്റർ ഫംഗ്ഷൻ തന്നെയാണ്, അതിൻ്റെ കേളായിട്ട് എഴുതാം. വെക്റ്റർ ഫംഗ്ഷൻ. ഇതാണ് നമ്മുടെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ വരുന്നത്. മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? ബി ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ, വെക്റ്റർ ഫംഗ്ഷൻ ഓർ പൊട്ടൻഷ്യൽ, വെക്റ്റർ പൊട്ടൻഷ്യൽ. ഇപ്പോൾ പല പ്രോബ്ലത്തിലും നമ്മൾ പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കുക, അതിനുശേഷം അതിൻ്റെ കേൾ എടുത്തിട്ട് മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്കൊരു ഫ്രീഡം ഉണ്ട്. എന്താണ് ഫ്രീഡം? എ എന്ന് പറയുന്ന വെക്റ്റർ പൊട്ടൻഷ്യൽ യുണീക്ക് അല്ല. വി ക്യാൻ ആഡ് വിത്ത് എ ഫംഗ്ഷൻ ഹൂസ് കേൾ ഈസ് 0. അതായത് എയുടെ കൂടെ ഞാൻ ഒരു ഗ്രാഡ് ഫൈ എന്നുള്ള ഒരു കാര്യം കൂടെ ആഡ് ചെയ്താലും നമ്മുടെ ഫീൽഡിന് ഒരു മാറ്റവും വരില്ല. കാരണം എന്താണ്? സപ്പോസ് നമ്മൾ പറയുന്നത് ബി ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എ എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ഡെൽ ക്രോസ് A1 എടുക്കാം. ഞാൻ പുതിയൊരു പൊട്ടൻഷ്യൽ ഇതിൻ്റെ കൂടെ ഒരു ടൈമും കൂടെ ആഡ് ചെയ്തിട്ട് പുതിയ പൊട്ടൻഷ്യൽ എടുത്തെന്ന് വെച്ചാൽ ഡെൽ ക്രോസ് A1 ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എ, ഇവിടെ 2 ടൈമുണ്ട്, ഡെൽ ക്രോസ് എ പ്ലസ് ഡെൽ ക്രോസ് ഗ്രാഡ് ഫൈ. ഡെൽ ക്രോസ് ഗ്രാഡ് ഫൈ എന്താണ്? കേൾ ഓഫ് ഗ്രേഡിയൻ്റ് ഈസ് ഓൾവേസ് 0. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഡെൽ ക്രോസ് A1 ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എ തന്നെയാണ്. അതായത് ഈ എയുടെ കൂടെ ഗ്രാഡ് ഫൈ കേൾ 0 ആവുന്ന ഏത് കാര്യം ആഡ് ചെയ്താലും നമുക്ക് പ്രശ്നമില്ല, നമ്മുടെ ഫീൽഡിന് അത് മാറ്റാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ പല പ്രോബ്ലത്തിൽ നമുക്ക് ഈ ഒരു ടൈമും കൂടെ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. കാരണം നമ്മുടെ ഫീൽഡിന് അത് മാറ്റാൻ പോകുന്നില്ല. കാരണം അതിൻ്റെ കേൾ എടുത്തു കഴിയുമ്പോൾ കേൾ ഓഫ് ഗ്രേഡിയൻ്റ് ഈസ് ഓൾവേസ് 0. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഗ്രേഡിയൻ്റ് ഓഫ് കോൺസ്റ്റൻറ്റ് 0 ആവുന്ന പോലെ തന്നെ ഇവിടെ കേൾ ഓഫ് ഒരു വാല്യൂ ഇവിടുത്തെ വാല്യൂ വരുന്നത് ഗ്രേഡിയൻ്റ് ഓഫ് സ്കാലറാണ്, അത് 0 ആണ്. അപ്പോൾ ആ ഒരു ഫ്രീഡം നമുക്കുണ്ട്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഫോർമുലേഷനും കൂടെ ശ്രദ്ധിക്കുക. പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ ഇവിടെ ഫോഴ്സ് കേൾ 0 ആണെങ്കിൽ
field can be expressed as negative gradient of a scalar function, scalar potential. ഇനി ഡൈവർജൻസ് സീറോ ആണെങ്കിൽ, സോളിനോയിഡൽ ഫീൽഡ് ആണെങ്കിൽ, വി ക്യാൻ എക്സ്പ്രസ് ദ ഫീൽഡ് ആസ് കേൾ ഓഫ് എ വെക്റ്റർ ഫീൽഡ് അല്ലെങ്കിൽ വെക്റ്റർ പൊട്ടൻഷ്യൽ. ഇവിടെ വരുന്നത് വെക്റ്റർ പൊട്ടൻഷ്യലാണ്, ഇവിടെ സ്കാലർ പൊട്ടൻഷ്യലാണ്. ഈ ഫോർമുലേഷൻ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്, നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോഡൈനാമിക്സിൽ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട്.